രാവിലെ എണീച്ച ഉടനെ ഞാൻ കുടിക്കുന്നത് കൊടംപുളി വാട്ടർ ആണ്. കൊടംപുളി വാട്ടർ കുടിക്കുന്നത് എന്തിനാണെന്ന് പറയുന്ന ആവശ്യമില്ലല്ലേ. വെയിറ്റ് കുറയാൻ ആഗ്രഹമുള്ളവർക്ക് വെയിറ്റ് കുറക്കാൻ വളരെ ഹെൽപ്ഫുൾ ആയ ഒരു കൊടംപുളി വാട്ടർ ആണ് കേട്ടോ ഇത്. എന്റെ വെയിറ്റ് ലോസ് ജേർണിയിൽ ഞാൻ ആദ്യമായിട്ട് ഇത് ഫോളോ ചെയ്യാന്ന് വിചാരിച്ചു. കൊടംപുളി വാട്ടർ കുടിക്കുമ്പോൾ എനിക്ക് നല്ലോണം ഗുഡ് ബെനിഫിറ്റ്സ് ആണ് കിട്ടുന്നത്. നിങ്ങളും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ബട്ട് ഒന്ന് ശ്രദ്ധിക്കണം, നമ്മൾ ഇവർ കൊടംപുളി വാട്ടർ കുടിച്ചാൽ 2 ലിറ്റർ വാട്ടർ മസ്റ്റാണ്. ബട്ട് ഹീറ്റ് സമയത്ത് മസ്റ്റ് ബി അവോയ്ഡ് ചെയ്യാം. ഞാൻ കൊടംപുളി വാട്ടർ കുടിക്കുന്നത് രാത്രി സോക്ക് ചെയ്തിട്ട് നെക്സ്റ്റ് ഡേ മോർണിംഗ് നല്ലോണം ബോയിൽ ചെയ്തിട്ടാണ് കേട്ടോ ഒരു ഗ്ലാസ് വെറും വയറ്റിക്ക് കുടിക്കുന്നത്. എനിക്ക് വയറ് കുറഞ്ഞ ഒരു ഫീല് തോന്നിയിട്ടുണ്ടോ, പിന്നെ വെയിറ്റ് ലോസ് നല്ലോണം ആവുന്നുണ്ട് കേട്ടോ. ഇത് സ്കൂളിൽ നിന്ന് വന്ന ബുക്കാണ് കേട്ടോ. സോ ഇത് സ്കൂളിൽ നിന്ന് തന്നെയാണ് നമ്മൾ പർച്ചേസ് ചെയ്യുന്നത്. ബുക്സ് 4 സ്കൂൾ സ്റ്റാർട്ടാണ്. അപ്പോൾ ഇത്രയും ദിവസം ഞാൻ ഫ്രീ ആയിട്ടുണ്ടായിരുന്നു. സോ ഇന്നാണ് കേട്ടോ ഞാൻ ബൈൻഡൊക്കെ ഇടുന്നത്. സോ എങ്ങനെ ബൈൻഡ് ഇടുന്നതൊക്കെ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഞങ്ങൾക്ക് അങ്ങനെ ഡിയേഴ്സ് എങ്ങനെ 2 months ലീവ് കഴിഞ്ഞു. സ്കൂളൊക്കെ സ്റ്റാർട്ടായി. സ്കൂൾ സ്റ്റാർട്ട് ആകുമ്പോൾ മാത്രമല്ല, നമുക്കിങ്ങനെ സ്കൂൾ ബൈൻഡിങ് ഒക്കെ ഇടുമ്പോൾ നമ്മൾ കുട്ടിക്കാലം ഓർക്കാത്ത ദിവസങ്ങൾ ഉണ്ടാവില്ല. എല്ലാ പേരൻസിനും ബുദ്ധിമുട്ടാവുന്നത് സ്കൂൾ അയക്കുന്ന സമയത്തായിരിക്കും കൂടുതലായിട്ട് കയ്യിൽ ക്യാഷൊക്കെ ടൈറ്റ് ഉണ്ടാവുന്നത്. കുട്ടികൾക്ക് നമ്മൾക്ക് ഒന്നും കുട്ടികൾക്ക് കൊടുക്കാൻ പറ്റുന്നില്ല. പ്രോപ്പർട്ടി, പൈസ, പണ്ട് ഒന്നും കൊടുക്കാൻ പറ്റില്ല. പക്ഷേ കുട്ടികൾക്ക് ഏറ്റവും കഷ്ടപ്പെട്ട് കൊടുക്കേണ്ടത് എഡ്യൂക്കേഷൻ ആണ്. എഡ്യൂക്കേഷൻ കുട്ടികൾക്ക് കൊടുക്കുമ്പോൾ ആരോടും ഹെൽപ്പ് ചോദിക്കരുത്. ഹെൽപ്പ് ചോദിച്ചാൽ ഒരുപാട് ക്വസ്റ്റ്യൻസ് വരും. എന്തിനാണ് ആ സ്കൂൾ ഇട്ടിട്ട് കുട്ടികളെ പഠിപ്പിക്കുന്നത്, അത് ഇതെന്നൊക്കെ. ഇപ്പോഴത്തെ കുട്ടികൾക്ക് സ്കൂൾ അയക്കാനും ഫീസ് അടക്കാനും ഒരുപാട് കോസ്റ്റ്ലി ആണ്. പക്ഷെ അങ്ങനെ പറഞ്ഞിട്ട് നമുക്ക് കുട്ടികളെ പഠിപ്പിക്കാതിരിക്കാൻ പറ്റൂല. നമ്മൾ സ്കൂളിനോ ബുക്സിനോ ബാഗ്സിനോ വേറെ ആൾക്കാരോട് ഹെൽപ്പ് ചോദിക്കുമ്പോൾ ലോട്ട് ഓഫ് ക്വസ്റ്റ്യൻസ് വരും കുട്ടികളെ പഠിപ്പിക്കുന്ന കാര്യത്തിൽ. എന്റെ റിക്വസ്റ്റ് ആണ്, സ്ട്രഗിൾ ചെയ്യുന്ന മോം ആയിട്ടുണ്ടെങ്കിൽ ഒരിക്കലും നിങ്ങൾ കുട്ടികൾക്ക് പഠിപ്പിക്കാനോ വേറെ ആരുടെ മുമ്പിലും കൈ നീട്ടാതിരിക്കുക. എന്റെ മോന് 2nd സ്റ്റാൻഡേർഡ് ആണ് കേട്ടോ. പക്ഷെ നമുക്ക് അവർക്ക് പ്രോപ്പർട്ടി ഒന്നും കൊടുക്കാൻ പറ്റുന്നില്ല. കുട്ടികൾക്ക് പഠിക്കുന്ന സമയം നമ്മൾക്ക് കൊടുക്കാൻ പറ്റുന്നത് ഒരേ ഒരു കാര്യമാണ് എഡ്യൂക്കേഷൻ. അപ്പൊ എഡ്യൂക്കേഷന് വേണ്ടി നമ്മൾ എത്ര ചെലവ് ചെയ്താലും അതിന് പ്രശ്നമല്ല, അത് വലിയ കാര്യമാക്കരുത്. നമ്മളെ കുട്ടികൾക്ക് എഡ്യൂക്കേഷൻ വേണമെന്നുണ്ടെങ്കിൽ മറ്റൊരാളെ ഡിപ്പെൻഡ് ആവാതിരിക്കുക, മറ്റൊരാളുടെ മുമ്പിൽ കൈ നീട്ടാതിരിക്കുക. എന്റെ പോലെ സ്ട്രഗിൾ ചെയ്യുന്ന മദർസുകായിരിക്കും നമ്മൾക്ക് കയ്യിൽ കുറച്ച് ഫണ്ടൊക്കെ കിട്ടിയാൽ അത് കുട്ടികൾക്ക് വേണ്ടി സൂക്ഷിക്കുക. അവരെ എഡ്യൂക്കേഷന് വേണ്ടി മാത്രമായിരിക്കും. ഒന്നിനും അനാവശ്യമായി ആ ഒരു ക്യാഷ് ചെലവാക്കരുത്. കൂടുതലായിട്ട് നിങ്ങളോട് സംസാരിച്ചിട്ട് ഞാൻ വെറുപ്പിക്കുന്നില്ല, എന്റെ കാര്യത്തിൽ വരാം. അങ്ങനെ ബൈൻഡൊക്കെ ഇട്ടു. എന്റെ മോൻ പഠിക്കുന്ന സ്കൂളിലാണ് കേട്ടോ നമ്മളൊക്കെ ബുക്ക് പർച്ചേസ് ചെയ്യേണ്ടത്. പുറത്തുനിന്ന് വാങ്ങാനേ പാടില്ല. ടീച്ചേഴ്സൊക്കെ ബുക്കിന് പിന്നടിക്കാൻ പാടില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അത് ചെറിയ കുട്ടികളായത് കൊണ്ട് ബൈൻഡൊക്കെ കീറി എടുക്കും. അതുകൊണ്ടാണ് ഞാൻ പിന്നടിച്ചു കൊടുക്കുന്നത്. 2 മാസം എങ്ങനെ പോയി എന്നറിയില്ല, പെട്ടെന്നാണ് ദിവസങ്ങൾ പോയത്. ഈ ഇയർ എവിടെയും കറങ്ങാനോ ഒന്നിനും പറ്റിയിട്ടില്ല. പക്ഷെ നെക്സ്റ്റ് ഇയർ എന്തെങ്കിലും ഒരു നല്ല പ്ലാൻ ആക്കണം. കാരണം ഈ ഇയർ കുട്ടീനെ ഞാൻ ആരെയും ഡിപ്പെൻഡ് ആവാതെ ഞാനും എൻ്റെ ബ്രദറായിട്ടാണ് സ്കൂളിലൊക്കെ അയച്ചത്. സോ കുട്ടികളെ സ്കൂളിൽ എഡ്യൂക്കേഷന് വേണ്ടി ആരെയും ഡിപ്പെൻഡ് ആവാതെ ഇരിക്കുക, ആരോടും കൈ നീട്ടാതിരിക്കുക എന്ന് ഫൈനലായിട്ട് ഞാൻ പറയുന്നുണ്ട്. പൊതുവെ സ്കൂളിന്റെ കാര്യത്തിൽ നമ്മൾ അനാവശ്യമായി എന്തൊക്കെ ചെലവ് ചെയ്യുന്നുണ്ട്. ബട്ട് കുട്ടികളെ സ്കൂൾ ഫീസിന്റെ കാര്യത്തിൽ എല്ലാവരും കണ്ണ് വലുതാക്കിയിട്ടാണ് നോക്കുന്നത്. അതിനെക്കാട്ടി നമ്മളായിട്ട് സേവിങ്സ് ഒക്കെ ചെയ്തിട്ട് കുട്ടികളെ പഠിപ്പിക്കുക. കുട്ടികൾക്ക് നമുക്ക് വേറെ ഒന്നും കൊടുക്കാൻ പറ്റുന്നില്ല, എഡ്യൂക്കേഷൻ മാത്രമേ കൊടുക്കാൻ പറ്റുള്ളൂ. അവർ നല്ല ഒരു രീതിയിൽ എഡ്യൂക്കേഷൻ കിട്ടിയിട്ട് അവർ നല്ല വേല് അവരുടേതായ ഒരു ജോബ് കണ്ടെത്തിയിട്ട് അവർ ജീവിക്കണം. എല്ലാ കുട്ടികൾക്കും മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് എഡ്യൂക്കേഷൻ കൊടുക്കാൻ നോക്കുക. താങ്ക് യു സോ മച്ച്. ബൈ.